ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സിൽ നമ്മോടൊപ്പം ഉള്ളത് സ്റ്റിനോ ആണ്. സ്റ്റിനോ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു സർ. ഓക്കെ, സ്റ്റിനോയുടെ സ്ഥലം എവിടാ? എന്റെ വീട് കലൂര്, എറണാകുളം. എറണാകുളമാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് അടുത്തത്. ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. അപ്പോ കറന്റ്ലി ഇപ്പൊ എന്ത് ചെയ്യുക? ഇപ്പൊ ഞാൻ ഫൈനൽ ഇയർ ആണ്, SH ലാണ് പഠിക്കണം, തേവര കോളേജ്. BA ആനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ ആണ് എടുത്തേക്കണം, കോഴ്സ് എടുത്തേക്കണം. കോഴ്സ് എടുത്തേക്കുന്നത്. ഓക്കെ ഓക്കെ, ഫൈനൽ ഇയർ ആണ് അവിടെ ഫൈനൽ പഠിക്കാൻ. ഇയർ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ അവോധയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നോ? അവോധന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഹാഫ് എത്തിയിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഇന്റേൺഷിപ്പിന് കയറി, 1 month ആണ് കയറിയത്. ട്രിവാൻഡ്രം ആൻസിഫൈ മാർക്കറ്റിംഗ് പ്രൈവറ്റിലാണ് കയറിയത്. ഓക്കെ ഓക്കെ. അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് എൻവയോൺമെന്റ് ഒക്കെ? എക്സ്പീരിയൻസ് കയറിയ സമയത്ത് അവര് ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും ഡിസൈൻസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഒരു ഇത് കിട്ടിയില്ല. പിന്നെ 2-3 days കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഫ്ലോ കിട്ടി. അപ്പൊ അവര് പറയണ ആ ഡിസൈൻസ് അത്രയും സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റാണ്ടായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം സ്റ്റിനോ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞേ? അബോധ ഞങ്ങളുടെ കോളേജിൽ ഒരു സൂം മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അറിഞ്ഞാണ്. അങ്ങനെയാണ് അവോധയെ പറ്റി അറിഞ്ഞത്. ഓക്കെ ഓക്കെ. ദെൻ അവോധ ജോയിൻ ചെയ്തിട്ട് അവോധയുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് കൊള്ളായിരുന്നു, നൈസ് ആയിരുന്നു. ഇടക്ക് 2 പ്രാവശ്യം ഞാൻ മറ്റേ മീറ്റിൽ കയറിയിരുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പം ഡൗട്ട് ക്ലിയറൻസിന് കയറിയിട്ട് അവിടുത്തെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അത് ലൈവായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു. ചില ഏരിയാസ് മനസ്സിലായില്ല, അപ്പൊ അത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു തന്നു. ഓക്കെ ഓക്കെ. ലൈവ് സെഷൻസ് കറക്റ്റ് 2 വട്ടം അറ്റൻഡ് ചെയ്തിരുന്നു അല്ലേ? സോ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ജാപ്പ് ഒരു പ്രാവശ്യം കയറിയായിരുന്നു, അല്ലാണ്ട് ചെയ്തില്ല. അല്ല ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോ കോഴ്സ് ചൂസ് ചെയ്തിട്ട് അവോധയിൽ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രാഫിക് ഡിസൈൻ നല്ലതാണ്. നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നിർത്തി നിർത്തി കാണാൻ പറ്റും. അപ്പൊ അതൊരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ പകുതി കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കോളേജിൽ പഠിച്ചത് കൊണ്ടും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ബേസിക്സ് തൊട്ട് പഠിപ്പിക്കുന്നില്ലേ ക്ലാസ്സിൽ? സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എല്ലാം സോഫ്റ്റ്വെയർസിനെ പറ്റി നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അവോധയിലെ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമില് ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലി പറഞ്ഞു കയറിക്കോളാൻ, നിനക്ക് വേണമെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ കയറി. ഓക്കെ ഓക്കെ. അവോധ ചൂസ് ചെയ്യുന്ന ടൈമിൽ എന്തുവരെ കേട്ടാണ് 2800 എന്നൊരു ഫീ സ്ട്രക്ചർ? അത് എന്താണ്, ആദ്യം അത് അടിച്ചാൽ മതി. അത് നല്ലൊരു തീരുമാനം. കാരണം നമ്മൾ പഠിച്ചിറങ്ങിയ സംഭവത്തിന് ബേസ് ചെയ്തിട്ടുള്ള ജോലി കിട്ടിയാൽ മാത്രം ബാക്കി പൈസ അടിച്ചാൽ മതി. സ്റ്റാർട്ടിങ് ജോയിൻ ചെയ്യണ സമയത്ത് 2800 അടിച്ചാൽ മതി എന്നുള്ള ഒരു സ്കീമായിരുന്നു അവോധ പറഞ്ഞത്. അപ്പൊ അത് നോക്കിയപ്പോ നല്ല കാര്യം. ഫുൾ എമൗണ്ട് അടിച്ചിട്ട് പിന്നെ വേറെ ടെൻഷൻ വേണ്ടല്ലോ. ഓക്കെ ആയിരുന്നു. അവോധ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട് ഗ്രാഫിക് ഡിസൈൻ എന്ന കോഴ്സ്. അപ്പൊ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ അവോധ? രണ്ടുപേരെ ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ അവർക്ക് ഗ്രാഫിക്സ് പഠിക്കണം, +2 കഴിഞ്ഞ് ഇറങ്ങിയവരായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവോധ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, നൈസായിട്ട് കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് അവിടെ നിങ്ങളുടെ സ്റ്റാഫിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാള് കയറി, ഒരാള് ഇങ്ങനെ എപ്പോഴും നിക്കണേയാണ്, കയറണോ വേണ്ടോ എന്നുള്ളൊരു ഇതിനകത്ത്. ഓക്കെ. അപ്പം ആസ് എ അവോധിയൻ സ്റ്റിനോ സാറ്റിസ്ഫൈഡ് ആണ്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഓക്കെ. താങ്ക് യു സ്റ്റിനോ, ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.